ക്രിയേറ്റീവ് ഡ്രീംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറി ഒരെണ്ണം ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചെറിയുള്ളി ചതച്ചും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും വെള്ളക്കാന്താരി ഇട്ടും ഇഞ്ചി നന്നാക്കി ചതച്ചത്, നമ്മുടെ പച്ചമഞ്ഞൾ വീട്ടിലുണ്ടായതാണ്, അപ്പോൾ അതും ചതച്ചതും, കറിവേപ്പില, നമ്മുടെ കല്ലുപ്പും ഉപയോഗിച്ച് ചെയ്യാൻ പോവാണ്. ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നിങ്ങളെല്ലാം ഉണ്ടാക്കുന്നൊക്കെ രീതിയൊക്കെ തന്നെ, എന്നാലും ഞാനൊന്ന് കാണിക്കാം. ഞാൻ ഉള്ളി ചതയ്ക്കാൻ പോവാണ്. ചെറുതായിട്ടൊന്നും ചതക്കുന്നുള്ളൂ, കണ്ടമാനം ചതക്കുന്നില്ല. ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കാന്താരി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമഞ്ഞളാണ്, അതുകൊണ്ട് ഞാൻ നല്ല നിറമുള്ളതുകൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് കുരുമുളക് അതും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഞാൻ അടുപ്പ് ഓൺ ചെയ്യാൻ പോവാണ്. അടുപ്പ് ഓൺ ചെയ്ത് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോകും. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നാടൻ രീതിയിലുണ്ടാക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെല്ലാം ചെയ്യാം കേട്ടോ. ഞാനിത് കുറച്ച് നല്ല ടേസ്റ്റിലിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കുറച്ച് വേണ്ടിയവർക്ക് കുറച്ച് ഉപയോഗിക്കാം. ഈ ഉള്ളി ഒരു പാത്രം നിറച്ച് ഉള്ളിയുണ്ട്, അത് വഴന്ന് വരണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എണ്ണ ചൂടായിട്ട് നമുക്കിതെല്ലാം ചേർക്കാം. എണ്ണ നല്ലപോലെ ചൂടായ അതിനകത്തോട്ട് ഞാൻ കടുകിട്ട്, എണ്ണ നല്ലപോലെ ചൂടായതിലോട്ട് കടുകിട്ടു. ഞാൻ തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കുവാണ്. അതിനകത്തോട്ട് ഞാൻ ഉള്ളി ഇടുവാണ്. ഉള്ളി ഇട്ട് സവാളയല്ല, ചെറിയുള്ളി നന്നാക്കി എടുത്ത് വെച്ചാണ് അതിട്ടിട്ടുണ്ട്. അതിന് ഞാൻ കുറച്ച് തീ ഉറക്കുന്നു. ചെറിയുള്ളി ചൂടായതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കുകയാണ്. വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്തു. കൂട്ടത്തിൽ ഇഞ്ചി ചതച്ച് വെച്ചത് ചേർത്തു. ചേർത്താണ്. പിന്നെ ഇനി അതിനകത്തോട്ട് ചെറുതായിട്ട് ചതച്ച് വെച്ചേക്കുന്ന കറിവേപ്പിലയും ചേർത്തു. ഞാനതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് നന്നായിട്ട് വഴന്ന് വരണേ. അതിനകത്തോട്ട് ഞാൻ പച്ചമഞ്ഞളായതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചേർക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇളയിൽ ചേർത്താൽ മതി. ഇതിപ്പം പച്ചമഞ്ഞളായതിൻ്റെ പേരിൽ നേരെ ചേർക്കുക. നല്ല കളറാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾ വേണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം.
ഇതിപ്പോൾ കുറച്ച് പച്ചമഞ്ഞൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം വീട്ടിലുണ്ടായതാണ്. അപ്പം അതുകൊണ്ട് ഞാനത് ഒന്ന് ഏതായാലും ചതച്ചുണ്ടാക്കുന്നതായതുകൊണ്ട് അതിനകത്ത് മഞ്ഞൾ ഇങ്ങനത്തെ ചേർക്കാമെന്ന് വിചാരിച്ചതാണ്. കാന്താരി കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ ചേർക്കുന്നുള്ളേ. അത് ചിലപ്പം ഇനി നമുക്കറിയത്തില്ലല്ലോ. എരിവ് ഒന്ന് വഴന്നതിന് ശേഷം കാന്താരി ചേർക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് ഉള്ളിയെല്ലാം വഴന്നിട്ടുണ്ട്. കാന്താരി ഞാൻ ചേർക്കുവാണ്. ആ കുത്തല കാന്താരിയുടെ ആ കുത്തലൊന്ന് മാറുകയും കൂടെ വേണമല്ലോ. അതുകൊണ്ടും കൂടെയാണ് ഞാൻ ആ കാന്താരി നേരത്തെ അങ്ങോട്ട് കുറച്ചുകൂടെ നേരത്തെ ചേർക്കാമെന്ന് വിചാരിച്ചു. കാന്താരി ചിക്കൻ എന്ന് പേരിടാം നമുക്ക്. ഇതിന് ഉള്ളിയൊക്കെ ചതച്ച് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. കാന്താരി നല്ല എരിവൊക്കെ പിടിച്ച് നമുക്ക് ഇങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. മഞ്ഞൾ ചേർക്കുവാണ്. അപ്പോൾ നേരത്തെ മഞ്ഞൾ ഞാനിത് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ കുറച്ച് ഇടിച്ച മഞ്ഞൾ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ കൂടി കൂടെ ചേർക്കുവാണ്. ഇറച്ചിക്കറിയല്ലേ, അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ ചേർക്കുള്ളൂ. അതിനകത്തോട്ട് ഗരം മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. തീ ഒന്ന് നല്ലപോലെ കുറച്ച് വെക്കണേ. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് മല്ലിപ്പൊടി 3 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഒരെണ്ണം നല്ല ഫുള്ളായിട്ട് എടുത്തേക്കുന്നത്. ഒരെണ്ണം ഇച്ചിരി കുറച്ച് കൊടുത്ത് 3 സ്പൂൺ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യണം. വേണ്ടിയവർക്ക് ഇച്ചിരി ഏലക്കയും കുറച്ച് കുരുമുളകും കൂടെ വേണം ചതച്ചിടാൻ കേട്ടോ. ഇറച്ചി ആയതുകൊണ്ട്, ചിക്കൻ ആയതുകൊണ്ട് അതിൻ്റെ മണവും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഏലക്കായും കുറച്ച് കുരുമുളകും കൂടെ ചതച്ചിടുന്നതും കൂടെ നല്ലതായിരിക്കും. നല്ലപോലെ വിനീഗറൊക്കെ ഇട്ട് കഴുകിയതാണ് ഈ ചിക്കൻ. ഏലക്കയും കുരുമുളകും കൂടെ ചതച്ചാണ്. പട്ടയം വേണ്ടിയവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ പട്ടയൊന്നും ചേർക്കുന്നില്ല. മസാലപ്പൊടി ഇട്ടുള്ളതുകൊണ്ട് പട്ടയൊന്നും ചേർക്കുന്നില്ല. ചിക്കന് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചേക്കുന്നത്. അത് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. നല്ലപോലെ ചിക്കൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല ഒന്ന് കുറച്ച് നേരം ഞാൻ അടച്ച് വെക്കുവാണ്. ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ഞാനൊന്ന് ഇച്ചിരി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർക്കുന്നുള്ളൂ. നല്ലപോലെ ഒന്ന് അടച്ച് വെക്കാൻ പോകും. ഉപ്പ് ചേർക്കുവാണ്. കല്ലുപ്പ് ചേർക്കുന്നത്. കുറച്ചുകൂടെ ചേർത്ത് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കും. അടച്ചു വെക്കുക. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുവാണ്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കും. തീ കൂട്ടി വെക്കുവാണ്. നല്ലപോലെ തിളച്ചതിന് ശേഷം തീ കുറയ്ക്കുന്നുള്ളൂ.
ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുവാണ്. ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ടൊന്നും കൂടെ അടച്ചു വെക്കും. പിന്നെയും ഒരു പൂക്കാലം. ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായതല്ലേ, പിന്നെ ഒരു കേട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. അമ്മോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഞാനിനി അതൊരു സെർവിങ് ഡിഷിലോട്ട് പകർത്തി കാണിക്കാവേ. നല്ല കാന്താരി മുളക്, വെള്ള കാന്താരി മുളക് ഇട്ടാണ് ചെയ്തത്. നിങ്ങളിത് പച്ച കാന്താരി ആണെങ്കിലും എരിവ് കൂടുതലാണല്ലോ, അപ്പോൾ അത് കുറച്ച് ചേർത്താൽ മതി. ഇത് നല്ല ടേസ്റ്റായി. ഇപ്പോൾ ഒരു എരിവൊക്കെ കറക്റ്റായിട്ടായിരിക്കുന്നത്. ഞാനിത് സെർവിങ് ഡിഷിലോട്ട് എടുത്ത് കാണിക്കാം.